ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് കംപ്ലീറ്റ് ലിസ്റ്റാണ്. പ്രധാനപ്പെട്ട റിലീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ്. മാർച്ച് മാസം 18-ാം തീയതി മുതൽ ഇന്ന് വരെ, അതായത് 24-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടു, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഹിന്ദി വേഷം മുമ്പേ വന്നിരുന്നു, തെലുങ്ക് വേഷം വന്നു, ഈ ആഴ്ച റിലീസ് ചെയ്തു. മലയാളം തമിഴ് വേഷനൊക്കെ എന്ന് വരുന്നുള്ള പലരും കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട്. അടുത്ത് തന്നെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹിന്ദി തമിഴ് തെലുങ്ക് എന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷേ ഹിന്ദിയും തെലുങ്കും മാത്രമേ വന്നിട്ടുള്ളൂ, തമിഴ് വന്നിട്ടില്ല. തമിഴ് മലയാളം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ലൂട്ടരെ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ 2 എപ്പിസോഡുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഭൂതാടം ഭാസ്കർ നാരായണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു തെലുങ്ക് സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോമഡി മൂവിയാണ്. വിത്തൈക്കാരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. തേരി ബാത്തോ മേ ഏസാ ഉൽജാ ജിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷാഹിദ് കപൂർ അതുപോലെ തന്നെ കൃതി സനനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് റൊമാൻറ്റിക് കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഹിന്ദി മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ആക്ഷൻ വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഓപ്പറേഷൻ വാലന്റൈൻ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റോഡ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. എ വതൻ മേരെ വതൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഞാൻ കണ്ടതാണ്, കണ്ട് റിവ്യൂ ചെയ്തിട്ട് കാണാത്തതൊന്നാണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഓസ്കാർ വാരിക്കൂട്ടിയ സിനിമയായിരുന്നു ഓപ്പൺ ഹേമർ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ സിനിമയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. 3 ബോഡി പ്രോബ്ലം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഫൈറ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൃതിക് റോഷനും ദീപിക പദുക്കോണും അനിൽ കപൂറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സിദ്ധാർത്ഥ് ആനന്ദം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റു ഭാഷകളൊക്കെ വരുമോ എന്നുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട്. വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. മറക്കുമ നെഞ്ചം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. പാം റോയൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സീരീസ് ആണ്. ആപ്പിൾ TV+ലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ഒരു സിനിമയാണ്. ഒരു ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മമ്മൂക്ക അതുപോലെ തന്നെ ജയറാമനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ മലയാളം ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. X-Men 97 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഒണ്ടു സരള പ്രേമ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെക്സ്റ്റ് ഗോൾ വിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയും യൂട്യൂബ് ഐറ്റ്യൂൺസ് ഗൂഗിൾ പ്ലേ വഴിയൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ്. ഏകദേശം 17ഓളം റിലീസുകളാണ് മാർച്ച് മാസം 18-ാം തീയതി മുതൽ ഇന്ന് വരെ റിലീസ് ചെയ്തായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആ സിനിമയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.